അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവിൻ്റെ 120 കിലോമീറ്റർ വരെ ആൾക്കാർ എത്തി. ഹായ് ഓൾ, നമ്മൾ 2 ആഴ്ച മുമ്പ് ഒത്തുലേരത്തിൻ്റെ ഒരു വീഡിയോ 3 പാർട്ടായിട്ട് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് തോട്ടം കാണാൻ പറ്റുമോ, തട്ട കിട്ടുമോ, അല്ലെങ്കിൽ തട്ട കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് കാ കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ജോർജ് ചേട്ടനോട് ചോദിക്കാം. അപ്പം നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം നമുക്ക് മറുപടി തരും. അപ്പോൾ ജോർജ് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒത്തിരി ആൾക്കാർ ജോർജ് ചേട്ടനെ കാണാൻ വന്നായിരുന്നോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട്? കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹ ബഹുമാന്യ ഏലം കർഷക സുഹൃത്തുക്കളെ, ഒരു 15 ദിവസം മുൻപ് ഈ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് സംബന്ധിച്ച് നിരവധി ആൾക്കാർ ഈ വീഡിയോ കാണാൻ ഇടയാവുകയും ധാരാളം ആൾക്കാർ എന്നെ ഫോണിൽ വിളിക്കുകയും തോട്ടം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവർ തട്ട ആവശ്യപ്പെട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, പിന്നെ തോട്ടം കാണണം. എനിക്കിപ്പം നിലവിൽ വരുന്ന കർഷകർക്ക് തട്ട കൊടുക്കാനുള്ള സാഹചര്യമില്ല. ഒരു വർഷത്തിന് ശേഷം ഞാൻ തട്ടകൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് ഞാനൊരു വീഡിയോയും കൂടി ചെയ്യും. അപ്പം നമുക്ക് തട്ടയ്ക്ക് ആവശ്യമുള്ളവർ അന്ന് ബന്ധപ്പെട്ടാൽ തട്ടകൾ കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ പറയാനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ മിനിഞ്ഞാന്ന് 120 കിലോമീറ്റർ കാർ ഓടിച്ച് ഒരു കർഷക സുഹൃത്ത് ഏലത്തട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു. എനിക്ക് ആ സുഹൃത്തിന് ഏലത്തട്ട കൊടുക്കാൻ പറ്റാത്തതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ സുഹൃത്തിനെ ആശ്വസിപ്പിച്ച് വിട്ട് ഒരു വർഷം കൂടി കാത്തു നിൽക്കുക. ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ തട്ട പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ സുഹൃത്തിനെ ഞാൻ വിളിച്ചോളാമെന്നും നേരെ ആവശ്യത്തിന് തട്ട കൊടുക്കാമെന്നും ഞാൻ ആ കർഷക സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മറ്റ് കർഷകർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കർഷക സുഹൃത്തുക്കൾ സഹകരിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഇത്രയും ഒരു ആകർഷിക്കത്തക്ക രീതിയിൽ ഈ കർഷക സുഹൃത്തുക്കളോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയുമുണ്ട്. ഞാൻ നിങ്ങളോടൊത്ത് സഹകരിക്കാൻ 100% തയ്യാറാണ്. ഒരു വർഷം കാത്തു നിൽക്കുക. അപ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ തട്ടകൾ പറിച്ചു വെച്ച് ഒരു വർഷം കൊണ്ട് ആവശ്യത്തിന് തട്ടകൾ ഉണ്ടാക്കി എല്ലാ കർഷകർക്കും തട്ടകൾ കൊടുക്കുന്നതായിരിക്കും. അന്നേരം തോട്ടം സന്ദർശിക്കുകയും തട്ടകൾ കൊണ്ടുപോവുകയും ചെയ്യാം. ചേട്ടൻ എത്ര തട്ടയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? ടവാറിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് എത്ര തട്ട ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ 100 എണ്ണം 500 എണ്ണം 1000 എണ്ണം പറഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ അടുത്തില്ലല്ലോ. ഒരു 200 തട്ട തവാറിന് ചെയ്യാനുള്ള സംവിധാനത്തിലാണ് ഞാൻ ആലോചിക്കുന്നത്. 200 തട്ട. അതുകൊണ്ട് തട്ട ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം കൃത്യമായിട്ട് നല്ല ഒരു വീഡിയോ നമുക്കിടാൻ ഇട്ട് കർഷകരെ ഈ വിവരം അറിയിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ചുരുങ്ങിയത് ഒരാൾക്കൊരു 50 തട്ട 100 തട്ട വെച്ച് കൊടുക്കാനുള്ളവരേ ഉള്ളൂ. ബൾക്കായിട്ട് കൊടുക്കാനില്ലല്ലോ. ആദ്യം വരുന്നവർക്ക് നമ്മൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ തോട്ടം കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് വിയറ്റ്നാമിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ചേട്ടന് ഈ മരപ്പൊത്തി തന്നെ കിട്ടിയതാണോ? അപ്പം ഇതിന് ഇപ്പം എങ്ങനെയാണ് ഇത് അവരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കർഷകൻ. ഞാനൊരു പഴയ ഒരു കർഷകൻ്റെ പാരമ്പര്യം, അതായത് എൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെ ഒക്കെ പാരമ്പര്യത്തിൽ വന്ന ആളാണ്. എൻ്റെ സ്വഭാവം പറഞ്ഞാൽ ഞാൻ ഈ ഇടുക്കി ജില്ല വിട്ട് പുറത്തോട്ട് പോയിട്ടുള്ള ആളല്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൃഷിഭൂമിയെ ആയിട്ട് മാത്രം കഴിഞ്ഞു കൂടുന്ന ഒരു വ്യക്തിയാണ്. വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെ ഞാൻ തട്ട കൊണ്ടുവരും? വിയറ്റ്നാമിലെ തോട്ടമാണെന്ന് പറഞ്ഞേക്കാം. വിയറ്റ്നാമിലെ തോട്ടമല്ല, ഇത് അടപ്പൂര് ചോറേൻ്റെ കൊക്കരക്കുളത്തുള്ള സ്വന്തം ഭൂമിയിലെ തോട്ടം തന്നെയാണ്. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. ആ സംശയം ഞാൻ ഒരു വർഷത്തിന് ശേഷം തീർത്തു തരാം. ഒരു വർഷത്തിന് ശേഷം തട്ട ഉണ്ടാക്കിയതിന് ശേഷം ഏലം കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഏത് കർഷകനും ഇവിടെ വരാനും അവരെ തോട്ടം സന്ദർശിക്കാനും തട്ട കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ദൈവം തമ്പുരാൻ അതിനൊരു അനുഗ്രഹം ഒരു അവസരം തന്നാൽ ഞാൻ തൻ്റെടമായിട്ട് പറയാൻ ഞാൻ തയ്യാറില്ല. ഞാൻ കൊടുക്കാം എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മുകളിൽ ഇരുന്ന ഒരാളാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ആശ്രയിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്.
അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ഇതിൻ്റെ തമ്പുരാൻ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും തട്ട ഒരു വർഷത്തിന് ശേഷം എല്ലാ കർഷകർക്കും അതനുസരിച്ച് തട്ടയുടെ ലഭ്യത അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം തോട്ടം കണ്ടോട്ടെ വന്നൊന്ന് തോട്ടം കാണാൻ പറ്റുമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തോട്ടം കാണണമെന്ന് പറഞ്ഞ് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് തോട്ടം കാണാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ. ഒരു കാരണവശാലും ഇപ്പം നിലവിൽ തോട്ടം സന്ദർശിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. തോട്ടം സന്ദർശിക്കാൻ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കത് ഒത്തിരി അസൗകര്യങ്ങളുണ്ട്. കാരണം ഞാനെപ്പോഴും എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് നടക്കണേ അല്ല, എപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒന്ന് തോട്ടം കാണുക എന്നുള്ളത്, അവരെ കൊണ്ട് തോട്ടത്തിൽ നടക്കുക എന്ന് തന്നെയല്ല. പലരും ഈ തോട്ടത്തിൽ കയറി ഇറങ്ങി നടന്നു കഴിയുമ്പോൾ ഈ വള്ളികളെല്ലാം നീണ്ടു കിടക്കുന്ന വരുന്നവരാണെന്ന് ശ്രദ്ധിക്കില്ല. ഒരു 2-4 ദിവസം തോട്ട സന്ദർശനത്തിന് നമ്മളൊരു ഒരു അവസരം വെച്ചാൽ എൻ്റെ തോട്ടം ചവിട്ടി നശിപ്പിച്ച് കളയുക. അതുകൊണ്ട് ഒരു കാരണവശാലും തോട്ടം സന്ദർശിക്കാൻ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ വന്നാൽ തോട്ടത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് തോട്ടം കണ്ടിട്ട് പോകാം. ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. തട്ട കൊടുക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ആർക്കും വരാം. അന്ന് തോട്ടം മൊത്തത്തിൽ കയറി കാണേണ്ട കാര്യമില്ല. തോട്ടം കണ്ടാൽ മതിയല്ലോ, പുറത്ത് നിന്ന് കണ്ടാൽ മതിയല്ലോ. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. ഇപ്പം നിലവിൽ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഇല്ല. അത് നമ്മൾ അനുവദിക്കുന്നതല്ല. പിന്നെ ഇതിനിടയ്ക്ക് പലരും വന്ന കർഷക സുഹൃത്തുക്കളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ അപ്പം അവരെ ഞാൻ കൃത്യമായിട്ട് വരുന്ന ഒരാൾ ഞാൻ തോട്ടം കാണിക്കാതെ തിരിച്ചു വിട്ടിട്ടില്ല. എല്ലാവരും തോട്ടത്തിൻ്റെ തുടക്ക ഭാഗത്ത് വന്ന് നിർത്തി തോട്ടം കണ്ടേച്ചിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് അവരോട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം തന്നെയാണ്. എല്ലാവരും അവർക്ക് ചായ തിളപ്പിച്ച് കൊടുക്കേണ്ടവരാണ്. ചായയും കൂടി തിളപ്പിച്ച് കൊടുത്താണ് ഞാൻ ഇവിടുന്ന് പലരും വിട്ടിട്ടുള്ളത്. അത് എല്ലാ കർഷക സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് നല്ല സഹകരണത്തിൽ പോകണം. പിന്നെ ഇതിങ്ങനെ വന്ന് കാണുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. തോട്ടത്തിലൊരു സന്ദർശന ഭാഗം അതിന് പറയുന്നത് നമ്മളിപ്പം ഒരു കാഴ്ച ബംഗ്ലാവ് പോലെ ആൾക്കാർക്കിങ്ങനെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഈ കൃഷിരീതി. ഒരുമാതിരി കർഷകർ ഒരു മനുഷ്യനും തോട്ടത്തിൽ കയറ്റത്തില്ല. എല്ലാം പൊതിഞ്ഞ് കെട്ടി ഇത് ഒക്കെ വെച്ച് ബൊമ്മയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ, സമയമില്ല, അന്ധവിശ്വാസമൊന്നും ഇല്ല. ആൾക്കാരിപ്പോൾ തോട്ടം കണ്ടു നിർത്തി എൻ്റെ തോട്ടം കരിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ഇനി ഈ 120 കിലോമീറ്റർ വണ്ടി കാർ ഓടിച്ചു വന്ന കർഷകർ ആ കർഷകനെ പോലെ ഇനി മറ്റൊരു കാർ ഓടിച്ച് വരേണ്ടതില്ല. അങ്ങനെ വരേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ടും വീഡിയോ ചെയ്തിരിക്കും. ഒരു വർഷത്തിന് ശേഷം കൃത്യമായിട്ടും വീഡിയോ ചെയ്യും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറയാം, ഇത് നല്ല പടിഞ്ഞാറച്ചാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല വെയിലാണ്, നല്ല വെയിലുള്ള സ്ഥലമാണത്. അപ്പം അവിടെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒറ്റ ഡ്രോപ്പിങ്സോ കാര്യങ്ങളൊന്നുമില്ല, കാപ്പിടിച്ച കാര്യങ്ങളോ മഞ്ഞപ്പഞ്ച് പൊടിച്ചിലോ ഒന്നുമില്ല. അപ്പം നല്ലൊരു ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഏലം ഇനമായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലത്തിൻ്റെ അരി ഒരു പൊത്തിൽ മുളച്ച് നിന്നിട്ട് അതിന് യാതൊരു സംരക്ഷണവും ഇല്ലാതെ രണ്ട് വേനൽ ആ പൊത്തിൽ ഈ പിടിച്ചു നിന്ന ഏലമാണിത്. ആ തൈയാണ് ഞാൻ പറിച്ചു വെച്ചത്. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലർക്ക് വിശ്വാസമല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി പൊക്കത്തിന് എങ്ങനെ നിന്നു എന്നാണ് അവരുടെ ഡൗട്ട്. അല്ല, അത് ചെറിയ രീതിയിൽ ഇതെല്ലാം കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതെല്ലാം തമ്പുരാന്റെ കളിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. ദൈവം തമ്പുരാൻ ഞാൻ പറയാം, അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവിന്റെ കയ്യിൽ ഒരു അരി കൊടുത്തുവിട്ട് എൻ്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരത്തിന്റെ പൊത്തി കൊണ്ടിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാ അതിനകത്ത് കുഴപ്പം? പിന്നെ ഇത് വേനലിനെ അതിജീവിക്കുന്ന ഏലച്ചെടിയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ തോട്ടത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു 10 ഞള്ളാനി തൈ നിൽപ്പുണ്ട്. ഞാൻ ഇതിന് ഷെയ്ഡ് കൊടുത്തത് ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഷെയ്ഡ് കൊടുത്തത്. ഈ ഫെബ്രുവരി മാസം ആയപ്പോഴത്തേന് അങ്ങേയറ്റത്ത് നിന്ന് 10 ഈ ഞള്ളാനിയുടെ തറയ്ക്കും ചൂട്ടുപോലെ കരിഞ്ഞുപോയി. അതേ സമയത്ത് ഈ ഏലത്തിൻ്റെ ഒരേല പോലും കരിഞ്ഞില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഞാൻ ഏലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് ഗ്രീൻ നെറ്റ് വലിച്ച് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ നെറ്റ് വലിച്ച് കെട്ടണം. അതാണ് ഏലത്തിൻ്റെ കുറച്ചൊക്കെ ചൂടേക്കുമ്പോൾ അതിൻ്റേതായ ക്ഷീണം ഏലത്തിനുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഗ്രീൻ നെറ്റ് വലിച്ച് കെട്ടി സംരക്ഷിച്ചതാണ്. ഏലം കർഷക സുഹൃത്തുക്കളെ,
എൻ്റെ ഈ ഏലത്തിൻ്റെ വീഡിയോ കണ്ട് ഒരുപിടി ആൾക്കാർ, ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറയുകയും ഇത് എന്നെ തോട്ടം കാണാൻ വന്നോട്ടെ എന്ന് ഫോണിൽ പലരും വിളിച്ച് ചോദിക്കുകയും പലരും ഇവിടെ അനുവാദം കൂടാതെ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നവരെ ആരും ഞാൻ എന്നെ നിരാശപ്പെടുത്തി മടക്കി വിട്ടിട്ടില്ല. അവരെ തോട്ടം കാണിച്ച് തന്നെയാണ് എന്നെ വിട്ടിരിക്കുന്നത്. എൻ്റെ ഈ ഏലത്തോട്ടത്തിനോടും എന്നോടും ഒരു നിങ്ങൾ കാണിച്ച ആ നന്ദി സ്നേഹവും ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ആത്മാർത്ഥമായ കൂപ്പുകൈ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു 100 പേര് തട്ട മേടിച്ചുകൊണ്ട് പോയി കൃഷി ചെയ്തെന്ന് കൂട്ടിക്കുക. പക്ഷേങ്കിൽ ആ 100 പേരുടെ തോട്ടവും ഇതുപോലെ വന്നെന്ന് നിർബന്ധമില്ല. കാരണം ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ നോക്കുന്നു, നമ്മുടെ പിള്ളേരെ എങ്ങനെ നോക്കുന്നു, അതിന് തുല്യമായിട്ട് നമ്മൾ ഒരു ചെടി കുഴിച്ചിട്ടാൽ, ഏലം കുഴിച്ചിട്ടാൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയും നോക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു തോട്ടം കെട്ടിപ്പടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടി ഞാൻ കർഷകരെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.